نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم فلا تجسسوا ولا يعتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب റഹീം. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ ഒരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മളെല്ലാവരും മനുഷ്യനെന്ന നിലയിൽ സാമൂഹികമായ ജീവിതത്തിൽ നിത്യേന ഇടപെടുന്നവരും ഇടപഴകുന്നവരുമാണ്. കഴിഞ്ഞൊരു ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ബന്ധങ്ങളിലും നമുക്കൊരാനന്ദമുണ്ടാകണമെന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ആനന്ദം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാ ബന്ധങ്ങളും ലോകത്ത് തകരും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മളൊക്കെ നമ്മുടെ അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ ജീവിതത്തിലെ ഏതേത് ഇടപെടലുകളിലും നമുക്ക് ഒരാനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ആനന്ദങ്ങളെ നശിപ്പിച്ചു കളയുന്ന, കെടുത്തിക്കളയുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഒരു പട്ടിക അനുസരിച്ച് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് നമ്മളോട് തന്നെ പറയുന്നുണ്ട്, ഇന്ന സംഗതികൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം നഷ്ടപ്പെട്ടു പോകും. എന്തെല്ലാമാണത്? ഒരു ചെറിയ വചനമാണ് ഞാൻ ഓതി വെച്ചത്. അതിന്റെ അർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചില സംഗതികൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വെക്കണമെന്നാണ് ഇന്നത്തെ നസീഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, നമുക്കറിയുന്ന ആയത്ത, വിശ്വാസികളെ, ഇജ്തനിബൂ കസീറം മിനൽ ളന്ന്, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം ഇന്ന ബഅദ അധിക ഊഹങ്ങളും പാപങ്ങളാണ്. വലാ തജസ്സസു, നിങ്ങൾ ഒരാളുടെ കാര്യങ്ങളിലേക്കും ചൂഴ്ന്ന് ഇറങ്ങിപ്പോവരുത്. നിങ്ങൾ പരസ്പരം ദുഷിച്ചു പറയരുത്. നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു, ഇല്ലല്ലോ, അതിനെ നിങ്ങൾ വെറുക്കുന്നുണ്ടല്ലോ. വത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇസ്ലാം നമ്മളുടെ മൊത്തത്തിൽ നമ്മുടെ ജീവിതം സമാധാനപരമായി തീരണമെന്ന് ഉറപ്പുവരുത്തുകയാണ്. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനുമാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ശീലം ഇല്ലാതെ പോകുന്നതിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അങ്ങനത്തെ ഒരുപാട് മേഖലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം നമുക്കുണ്ടാവുക. നേരെ മനസ്സിലാക്കണം. ജീവിതമായിട്ട് നമ്മൾ ഇങ്ങനെ ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ഇതിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് മനസ്സിലാവും. ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ, അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഇബാദത്ത് എന്നാണ്. നിങ്ങൾ നോക്കിയേ, ഈ അജയ് ലൊഹേക്ക് എന്ന് പറയുന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ജീവിതങ്ങളെ കുറിച്ച് ജീവനൊക്കെ പരിചയപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അത് അടിച്ചു നോക്കിയാൽ നമുക്ക് ഇയാളുടെ പേരും അടിച്ചു നോക്കിയാൽ ശരിക്കും അയാളുടെ ചിന്തകൾ ഇങ്ങനെ വരും. ഞാനത് എന്തിനു പറഞ്ഞതാന്ന് ചോദിച്ചാല്, പിന്നെ അള്ള പറഞ്ഞതിനേക്കാളും വലിയ വാക്കെന്നുള്ള നിലക്കല്ല കേട്ടോ. അയാൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിന്റെ പേരിൽ നല്ലത് പറയണമെന്ന് ഒരു ബാധ്യതയില്ലാത്തൊരു ചിന്തകൻ പറയാണ്, ലോകത്ത് മുസ്ലിമീങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്ന ആശ്വാസമാണ്. ദൈവം എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ മാറ്റുക? അള്ളാഹു കൂടെയുണ്ട് എന്ന ഏറ്റവും വലിയ ഒരു ആ വിശ്വാസം ഉണ്ടല്ലോ, അതാണ് അവരുടെ കരുത്ത്, ഇതാണ് അവരുടെ സൗഭാഗ്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് എന്ത് പറയണം? ഒരു ഹദീസുൽ ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന ഇൻദ ലന്നി അബ്ദി ബി. അള്ളാഹ് പറയാണ്, ഈ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനമല്ല, എന്നാ അള്ളാന്റെ റസൂലിന്റെ വാക്കുമല്ല, ഇതിനിടയിലുള്ളതാണ്. ഞാൻ എന്റെ അടിമ എങ്ങനെയാണോ എന്നെ വിചാരിക്കുന്നത് ആ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. അവൻ എന്നെ ഓർത്താൽ അവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാഹുവിന്റെ മഅയ്യത്ത് നമുക്ക് കിട്ടാൻ, അവന്റെ ആ കൂട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നല്ല വിചാരം പടച്ചവനെ കുറിച്ച് ഉണ്ടാവണം. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. മനുഷ്യൻ എന്നൊരുപാട് സംഘർഷത്തിലാണ്. സ്ട്രെസ്, വിഷാദം, ഉന്മാദം, ഇതൊക്കെ ഇങ്ങനെ കൂടുക. ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, 2030 മാരക രോഗം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ടെൻഷനാണ്, അല്ലാതെ വേറുള്ള രോഗങ്ങളല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് പെരുകുകയാണ് കൗൺസിലിംഗ് സെന്ററുകൾ. എല്ലാവർക്കും ഇന്ന് കൗൺസിലിംഗ് ആണ്. അതൊക്കെ ചെറിയ കുട്ടി മുതൽ വയസ്സായ ആളുകൾക്ക് വരെ അതെല്ലാം പാടെ കൂട്ടിയിട്ട് അതിന്റെ ആകത്തുക. ഈ സൈക്കോളജിയിലാണെങ്കിലും സൈക്കാട്രിയിലാണെങ്കിലും സോഷ്യോളജിക്കാരെല്ലാവരും പറയുന്നുണ്ടറിയോ? 2 കാര്യമാണ്. ഒന്ന്, കോൺഫിഡൻസ് ഉണ്ടാവണം. 2, പോസിറ്റീവ് തിങ്ക് ഉണ്ടാവണം. ഇത് 2ആണ് അടിസ്ഥാനപ്പെടുത്തി പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്.
നമ്മളുടെ ഈമാൻ കാര്യം അള്ളാഹു നമ്മളെ ദീന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദീനിൽ ഈ ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്താ? കുറെ വിശ്വാസങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആറുകൾ മനസ്സിലും നോക്കിയെടുക്കി. ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ആഗ്രഹിച്ചത് മുഴുവൻ ലോകത്തുനിന്ന് കിട്ടൂല, അത് വിധി പോലെ വരും. അതിനാണ് നമ്മൾ ഖളാ ഖദർ എന്ന് പറയുക, അല്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം, അവന്റെ നിയന്ത്രണത്തിലുള്ള ആ സുരക്ഷിതത്വ ബോധം, അതാണ് നമുക്ക് സന്തോഷം തരിക. നമ്മൾ ഒറ്റയ്ക്കല്ല. വഹുവ മഅകും ഐനമാ കുൻതും, ഞാൻ അർത്ഥം പറയണ്ടല്ലോ. വഹുവ മഅഹും ഐനമാ കാനൂ, ഇതൊക്കെ ഖുർആനി ആയത്തുകളാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും അവരെവിടെയാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ഈമാൻ യഖീനായി ഇങ്ങോട്ട് വരണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, അതാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ദുനിയാവിലുള്ള എല്ലാ ടെൻഷന്റെയും പരിഹാരം അതാണ്. നോക്കിയേ, എന്തിനായിരിക്കും അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ഇത്രമാത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്? ചരിത്രങ്ങൾ എന്തിനാണ് വിശദമായി പഠിപ്പിക്കുന്നത്? ചില നബിമാരുണ്ട്, മുത്തുനബിനെ തന്നെ നിങ്ങൾ എടുത്തോളി. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ അവിടുത്തതുപോലെ ജീവിതത്തിൽ ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? 7 മക്കളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഇതിൽ 6 മക്കളും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു, അല്ലേ? ഒരു ഉമ്മാന്റെ ഏറ്റവും വലിയ സങ്കടം എന്താ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്ത സമയത്ത് സക്കറാത്തിന്റെ വേദന കൊണ്ട് പടയുമ്പോ മോൾ അടുത്ത് വന്നിട്ട്, ഫാത്തിമ ബീവി മാത്രമേ അന്ന് ജീവിച്ചിരിപ്പുള്ളൂ, മോള് വന്നിട്ട് പറഞ്ഞില്ല, എന്റെ ഉപ്പാന്റെ ഒരു പ്രയാസം, ദുഃഖം എന്ന് പറഞ്ഞില്ലേ? ആ സങ്കടപ്പെട്ട സമയത്ത് മോളെ ചേർത്തി പിടിച്ചുകൊണ്ട് ആ ഉപ്പ പറഞ്ഞു, മോൾപ്പന്റെ കുട്ടിക്ക് അറിയണ്ടട്ടോ, ഉപ്പ പോകാനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സങ്കടപ്പെടണ്ട, ഇന്നത്തത് കഴിഞ്ഞ അപ്പാക്ക് വേദന ഉണ്ടാവൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോയാ ഈ കുടുംബത്തിൽ നിന്ന് ഉപ്പാന്റെ അടുത്ത് ആദ്യം വരിക നീയേ ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞ എന്തിനറിയോ? വേറെ ഇങ്ങനെ കഥകളൊന്നും പറയാൻ സമയമില്ല അധികം. അള്ളാന്റെ റസൂല് ജീവിതത്തിൽ അനുഭവിച്ച ഏത് പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മാസങ്ങളോളം ആ വീട്ടില് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. മരുഭൂമിയിലൂടെ ഇങ്ങനെ 3 കൊല്ലക്കാലം ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവില് ബഹിഷ്കരണം ഏർപ്പെടുത്തപ്പെട്ടിട്ട് കടന്നില്ലേ? ആ സമയത്ത് മണലാരണ്യത്തിലൂടെ ഇങ്ങനെ നടന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടുന്ന ചെറിയ ഉണക്ക തുലികള് വെള്ളത്തിൽ, ചുടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ ഉണങ്ങിയ വായിൽ വെച്ച് കൊടുക്കുന്നിട്ട് ഇങ്ങനെ വായ ഇങ്ങനെ സജലമാക്കും. സഹോദരങ്ങളെ, എന്തിനാ ഈ കഥ പറഞ്ഞെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സഹായങ്ങൾക്കൊക്കെ ഒരു കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാവും. ആ സബബ് മുസബബ് എന്നാണ് അറബി പറയുക. അതില്ലാതെയും അള്ളാഹു സഹായിക്കും. എങ്ങനെ? നിങ്ങൾ അള്ളാഹുവിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് ആ കഥയിലൂടെ നമ്മളെ ചേർത്ത് പഠിക്കാനാണ്. എന്താണ് ആ കഥയിൽ നിന്ന് നിനക്ക് കിട്ടുന്നത്? നിന്റെ ജീവിതം എവിടെ? നമ്മളോട് ചോദിക്കുക, അല്ലെ? സക്കരിയ നബി അലൈഹിസ്സലാം, എല്ലാ കഥകളും എടുത്തോളിട്ടാ. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകു ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, തല നരച്ചു, എന്റെ എല്ല് ബലക്ഷയം സംഭവിച്ചു, വയസ്സായി, ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് പ്രതീക്ഷയല്ല. എന്റെ പെണ്ണിന്റെ പ്രസവ ശേഷിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം കേട്ടോ, എന്റെ കാര്യം പോക്ക, നിന്റെ കാര്യം ഓക്കെ റബ്ബേ, നിന്റെ കാര്യം വിട്, പക്ഷെ നിന്നിലുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പ്രതീക്ഷ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. എങ്ങനെയാ? യൂനസ് നബി അലൈഹിസ്സലാമയുടെ കഥ. ഞാൻ കഥ ഓരോ സൂചന തരികയെന്ന് മാത്രം. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടിട്ട്
ആ പാരാവാരത്തിന്റെ അങ്ങേ അറ്റത്ത് അടിയിലൊരു മത്സ്യത്തിന്റെ വയറ്റിലാ. പ്രകൃതിയുടെ നിയമം എന്താ? ദഹിച്ചു പോകണം. വിളിച്ചല്ലോ, ഫനാദാ ഫിൽ ളുലുമാത്, ആ ഇരുട്ടറയിൽ വെച്ച് വിളിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു രക്ഷിച്ചില്ലേ? എല്ലാ നബിമാരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ ദുനിയാവിലെ പ്രതീക്ഷകൾ ഇല്ലാതാവുമ്പോ നിങ്ങൾ എന്തിനു ബേജാറാവണം? നിങ്ങൾ എന്തിനാണ് ആരാരുമില്ലാത്തവരെ പോലെ പെരുമാറുന്നത്, പരക്കം പായുന്നത്? ആണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, എന്നെ വിളിക്കടാ, ഞാനെനക്ക് ഉത്തരം തരൂലേന്നാ. നിങ്ങളെ നോക്കുന്നവൻ, നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, നമ്മെ സംരക്ഷിക്കുന്നവൻ, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഓരോ വിചാരങ്ങളെപ്പോലും അറിയുന്നവനല്ലേ? നിരാശ വേണ്ട കേട്ടോന്ന്. അള്ളാ തരിക തന്നെ ചെയ്യും. യഖീന് വേണം, യഖീന് വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബനാ കൈഫ അദ്ഉക വഅന ആത്. റബ്ബേ, ഞാൻ എങ്ങനെയാ നിന്നോട് പ്രാർത്ഥിക്കുക? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനല്ലേ. പിന്നീട് പറയണെന്തറിയോ? വകൈഫ ലാ അദ്ഉക വഅൻത റഹീം. ഞാൻ നിന്നോട് എങ്ങനെ തേടാതിരിക്കും? നീ കാരുണ്യവാനല്ലേ. നമുക്ക് ഒരു പ്രതീക്ഷ വരുന്നത്. അതിനാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന മഅൽ ഉസ്രി യുസ്ര. ആവർത്തിച്ചു പറഞ്ഞ ഒരു വാക്കാണ്. ഏതൊരു കരച്ചിലിന്റെ പിന്നിലും ഒരു പുഞ്ചിരിയുണ്ട്. ഉസ്റിന്റെ കൂടെയാണ് യുസ്ർ, കഷ്ടപ്പാടിന്റെ കൂടെയാണ് എളുപ്പമുള്ളത്. എന്ന് വെച്ചാൽ ഉസ്റിൽ പ്രയാസമുള്ള സമയത്ത് അവിവേകം കാണിച്ച ഒരാൾക്ക് യുസ്ർ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രയാസങ്ങളിൽ തളരരുത്. നിങ്ങൾ നോക്ക്, ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ ഇബ്നു ഖൽദൂൻ റഹിമഹുല്ല, ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹം. ഇബ്നു ഖൽദൂൻ, നിങ്ങൾ അദ്ദേഹം ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ഒന്ന് പരിശോധിച്ചു നോക്കണം. ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിന് ഫിലോസഫി എഴുതിയ മഹാനാണ് അദ്ദേഹം. അന്ന് ചരിത്രമുണ്ട്, തത്വശാസ്ത്രമുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ തത്വശാസ്ത്രം എഴുതിയ വേറൊരാളില്ല. അതാണ് ഇബ്നു ഖൽദൂനിന്റെ പ്രത്യേകത. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആദ്യാവസാനം അദ്ദേഹം ഇങ്ങനെ അനാവരണം ചെയ്യുക, എന്നിട്ട് ആ ജീവിതത്തിനൊരു ഫിലോസഫി എഴുതുക. സാധാരണ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് തരം പ്രതിസന്ധികൾ ഉണ്ടാവും. ഒന്ന് മെന്റലി, ഒന്ന് ഫിസിക്കലി. അല്ലെ? മാനസികമായിട്ടുണ്ടാവും, ശാരീരികമായിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 7 പ്രതിസന്ധികൾ അദ്ദേഹം എടുക്കുകയാണ്. 5 മാനസികവും 7 ശാരീരികവും. ഏതാ മാനസികം എന്നറിയോ? ഒന്ന് ഹമ്മ്, ഹുസ്ന്, ഖൽഖ്, ഖൗഫ്, യഅ്സ്. ഹമ്മ് മനോവിഷമം. ശരിക്ക് ഹമ്മ് എന്ന് പറഞ്ഞാൽ നല്ല വിശദീകരിച്ച് പറയാൻ നേരമില്ല. ശരിക്കും അമ്മ കണ്ട് ഇരിക്കുമ്പോൾ ഒരു ഇരിക്കപ്പൊറുതിയില്ലായ്മ എന്ന് പറയും. ഇരുന്നാൽ ഇരുത്തം വരും, ഒരു ജാതി അസ്വസ്ഥത ഉണ്ടാകുന്ന രംഗാണ് ഹമ്മ് എന്ന് പറഞ്ഞാൽ. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. ഖൽഖ് എന്ന് പറഞ്ഞതിന് വേറൊരു ഭാവമാണ് അസ്വസ്ഥൻ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബേജാറായിട്ട് നടക്കണ ആൾക്കാണ് ഖൽഖ് എന്ന് പറയാ. ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിനാണ്. യഅ്സ് എന്ന് പറഞ്ഞാൽ നിരാശ, നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതാണ്. 7 ശാരീരികം. ഏതൊക്കെ? ഒന്ന് മറന്ന്, രോഗം, ദൈന്, കടം, ഹബ്സ്, ബന്ധനസ്ഥനാവുക, സിജിന്, ജയിലിലടക്കുക. മറ്റൊന്ന് ളുൽമ്, അക്രമങ്ങൾക്ക് വിധേയമാവുക, സിൽസാൽ, ബേജാറായി പോവുക, വിറച്ചു പോവുക, ഖസായിറു തിജാരിയ, സാമ്പത്തിക കച്ചവട നഷ്ടങ്ങൾ ഉണ്ടാവുക. ഒരു മനുഷ്യന്റെ ശാരീരികമായി നമ്മളെ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നബിയെ അദ്ദേഹം അവതരിപ്പിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിനെ ഈ വേദനകളൊക്കെ അനുഭവിപ്പിച്ചിട്ടുള്ള എന്ത് ചെയ്യാന്നറിയോ? ഇതിങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു പ്രയാസം ഇങ്ങനെ വരുമ്പോ ഉടനെ ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ കൊടുക്കും കൂടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലുങ്ങും, പ്രയാസപ്പെടും. ഒരു മനുഷ്യനാണല്ലോ, തളരും എന്ന ഒരു ഘട്ടം ഇങ്ങനെ വരുമ്പോ ഒരു പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസ അലൈഹിസ്സലാമയെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. ഊദിയ അക്സറ മിന്നി, എന്നേക്കാളും പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഫസബറ, എന്നിട്ട് അദ്ദേഹം ക്ഷമിച്ചിട്ടുമുണ്ട്. അപ്പൊ നബി കുലുങ്ങും എന്ന് തോന്നുന്നിടത്ത് ഒരു ചിത്രം ഒരു പ്രവാചകന്റെ കൊടുക്കും അല്ലെ. മൂസ അലൈഹിസ്സലാം ടീമും പടം അട്ടപ്പാതിരക്കല്ലേ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി വരുമ്പോ ആ വെള്ളത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്നുപെട്ടു. ഇനി എന്താ ചെയ്യ പഠിച്ചോനെ? പിന്നിൽ ഫറവോന്റെ സൈന്യം, ആയിരക്കണക്കിന് സൈന്യം ഫറവോന്റെ നേതൃത്വത്തിൽ, മുന്നിൽ കടലും. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അപ്പൊ അള്ളാഹ് ആയത്തിറക്കണം, എന്താ പറയണെന്നറിയോ? കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എഴുതി വെക്കണ വാക്ക്. വല്ല നിന്റെ റബ്ബ്, നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടില്ല. അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ്. സഹോദരങ്ങളെ, എന്താണ് തൗഹീദ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? മായാത്ത മഷി കൊണ്ട് എഴുതി വെക്കണേ. എന്റെ റബ്ബ്, ആ റബ്ബിനെ ഞാൻ സൂക്ഷിച്ചാൽ എനിക്ക് ആവശ്യമുള്ളിടത്ത് എന്റെ റബ്ബുണ്ടാവും. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞ. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞ. എങ്ങനെ? എന്റെ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവനാണ് എനിക്ക് എന്റെ വലിയ ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്ക് ആവശ്യമുള്ളിടത്ത് ആ റബ്ബുണ്ടാവും, അവൻ എന്നെ കൈവിടിയില്ല. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്വമേറിയ ആ വചനത്തിലേക്ക് ഇനി എനിക്കും നിങ്ങൾക്കും എത്ര ദൂരം നടക്കണം? ഒന്നാലോചിക്കണേ, എത്ര ദൂരം നടക്കണം? നമ്മൾ എത്തിപ്പെട്ട ഓരോ അവസ്ഥകളും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ചോദ്യം നേരത്തെ ഇരിക്കട്ടോ. നമ്മുടെ തൗഹീദിലേക്ക് നമ്മൾ ഇനി എത്ര ദൂരം കൂടി നടക്കണം എന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നല്ല വിചാരം ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലോ, ഹുസ്നുൽ ദന്ന്. എന്താണ്? ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പണം, നമ്മുടെ മാത്രം ബുദ്ധിയും നമ്മുടെ മാത്രം ചിന്തയുമാണോ? നമ്മൾ പണിയെടുത്തു, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്കത് കിട്ടി, അങ്ങനെ നടന്നു പോകുന്നു. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, ഈ കിട്ടിയതൊക്കെ ഏതെങ്കിലും ഒരു ഫാക്ടറികളിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മറിച്ച് കല്യാണത്തിന് മുമ്പ് വരെ നമുക്ക് എന്തോരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു. കല്യാണത്തിന് മുമ്പ് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പൂവണിഞ്ഞോ? ഇല്ലല്ലോ. മറിച്ച് പിന്നെ എന്ത് വന്നോ? കിട്ടിയത് ഇതാ. ഞാൻ സമ്പത്ത്, സൗന്ദര്യം, വിദ്യാഭ്യാസം അതൊക്കെ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ്. നമ്മുടെയൊക്കെ മനസ്സിലാവും, വെറുതെ പറയാണ്. ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കി, ഇപ്പൊ കിട്ടിയതോ? എന്നിട്ട് നമ്മൾ എവിടെ എത്തിയത്? ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യല്ല. അള്ളാഹു തന്നത് വിധിച്ചതാ, അതിൽ ക്ഷമിക്കുക, എന്നിട്ട് ഭംഗിയായി ജീവിക്കുക. അതാണ് ഖളാ ഖദർ. ജീവിതം ആസ്വദിക്കാൻ കഴിയണം. എന്റെ ഉപ്പ, എന്റെ അമ്മ, ഇതാണ് എന്റെ ഉപ്പ, ഇതാണ് എന്റെ അമ്മ. മറ്റേ മന്ത്രിയുടെ മകനായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച കാര്യമല്ലല്ലോ. ജനിച്ചു വന്നല്ലോ, തീരുമാനിച്ചില്ലേ പടച്ചോൻ. ഇനി എന്റെ ഉപ്പതാണ്. ആ ഉപ്പയിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ കഴിയണം. ആ വാപ്പ എന്നെങ്ങനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത്. കാണണ്ടേ? ഇതല്ലായിരുന്നുവെങ്കിൽ എന്റെ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ പോകാൻ കഴിയണ്ട നമുക്ക്. നമ്മുടെ ജോലിയും നമ്മുടെ പഠനവും നമ്മുടെ സമ്പാദ്യങ്ങളും അള്ളാഹു വിചാരിച്ചത് കിട്ടും. അതാണ് ജീവിതത്തിന് ആനന്ദം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, എത്രയെത്ര പണമുള്ള ആളുകള്, സൗകര്യമുള്ള ആളുകള്, രാത്രി കിടന്നാൽ ഉറക്കം വരാത്ത ആളുകളുണ്ട്. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ വല്ല തൊട്ടിയും കെട്ടിയിട്ട് ഒരു ഭാഗത്ത് റോഡിന്റെ ഏതെങ്കിലുമൊക്കെ വക്കിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ട്രെയിന് വന്ന് കൂട്ടി ഇടിച്ചാൽ പോലും ഐറ്റം ഉണർന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു ശല്യമല്ല, ഇപ്പൊ ഒരു ഫാനിന്റെ ശബ്ദം കൂടി ഇല്ല, ശീതീകരിച്ച റൂമില, നമുക്ക് കിടന്ന് ഉറക്കം വരൂല. ആരാ? നമ്മളാ? അവരാ സമ്പന്നര്. ലൈസൽ ഗിന ഗിന നഫ്സ്, ലൈസൽ ഗിന ഫി അറളി ദുനിയ വലാകിന്നൽ ഗിന ഫി ഗിന നഫ്സ്. ദുനിയാവിൽ കിട്ടണമെന്നല്ലപ്പാ വലിയ വിഭവം എന്ന് പറയുന്നത് മനസ്സിന്റെ സുഖമാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, 70-80 വയസ്സായ ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അവർ മനസ്സിലാക്കണ്ടേ എന്നാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത്.
നമ്മൾ ഇത്ര പ്രായമായി എന്നാ ജീവിക്കാൻ തുടങ്ങി. ഞമ്മക്കൊക്കെ എത്ര വയസ്സായി നിങ്ങൾ കണക്കാക്കി? ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നപ്പോ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം? എത്രയെത്ര ടെൻഷനുകൾ, മരുന്നുകൾ, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പടച്ചോ നമുക്ക് തന്നത് അതാണ് ഹൈറ് എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മൾ ചരിത്രങ്ങൾ വായിച്ചെടുക്കേണ്ടത്. എന്തിനാണ് ചരിത്രം? കഥകളിൽ നിന്ന് നമ്മൾ തിരയണം. അവിടെ ശരിയായ തൗഹീദിലേക്ക് നമുക്ക് ഇങ്ങനെ മുന്നേറാൻ കഴിയണം. ജീവിതത്തിൽ ആനന്ദം വേണമെങ്കിൽ ഈ മേഖല നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്നുകൂടി സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ലന്നി ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൻ വലാ തജസ്സസു. എന്താ ലന്ന് എന്ന് പറഞ്ഞാൽ? ഒന്നും കൂടി നിങ്ങൾ അറിയണേ. ലന്ന് എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾ, ഉറപ്പില്ലാത്ത സംഗതികൾ. അങ്ങനെയാവണം, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അങ്ങനെയാവാം, അവൻ പറഞ്ഞതാണ്, എനിക്കറിയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? അടിസ്ഥാനമില്ലാത്തതും ഒരിക്കലും ശരിയല്ലാത്തതുമായ നമ്മുടെ ചില തോന്നലുകൾക്കാണ് അറബിയിൽ ലന്ന് എന്ന് പറയുക. ലന്നുകളിൽ അധികവും കുറ്റമാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷ ഉൾക്കൊള്ളുന്ന കാര്യത്തിനാണ് ഇസ്മ് എന്നും പറയാ. അതുകൊണ്ട് കൂട്ടരെ ഊഹിച്ച് നടക്കണ്ട. ഇജ്തനിബൂ കസീറൻ മിനൽ-ലന്നി. ഞാൻ പറയുന്ന വാക്കൊന്നുകൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂടെ വരണേ. ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും. എങ്ങനെ ഉണ്ടാകണമെന്നറിയോ? ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു, നമ്മളൊക്കെ പഴയ സുഹൃത്തുക്കളാണ്, അയാൾ മിണ്ടാതെ പോയി. സ്വാഭാവികമായും രണ്ട് നിലക്ക് നമുക്ക് ചിന്ത വരും. ഒന്ന്, പണ്ടൊക്കെ അയാൾ കണ്ട മിണ്ടിയിരുന്നു, ഇപ്പൊ ചങ്ങായി ആകെ മാറിയിട്ടുണ്ട്, കാശും പണവും കാറും ഒക്കെ ആയി, ഇപ്പോഴൊന്നും കണ്ട അങ്ങനെ നോക്കിയില്ല. ഒരു ചിന്ത അതാണ്. മറ്റൊരു നിലക്കും ചിന്തിച്ചൂടെ? ആ മനുഷ്യൻ എന്തോ ചിന്തയിൽ പോവുക. നമ്മളെ കണ്ടു ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം തടി ഇവിടെ ഉണ്ടാവുള്ളൂ, മനസ്സെവിടെങ്കിലൊക്കെ ആയിരിക്കും. വീട്ടിലെ മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും, ധൃതി പിടിച്ചു പോയിരിക്കും. ഇങ്ങനെയും വിചാരിച്ചൂടെ? ഇതിലേത് വിചാരാ നല്ലത്? നിങ്ങളൊന്ന് അനങ്ങിയിരുന്നിട്ടൊന്ന് കേൾക്കണേ. ഇതിലേത് വിചാരാ നല്ലത്? ഈ രണ്ടാമത് വിചാരിച്ചതുപോലെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സ് ക്ലീൻ ആയില്ലേ? നമ്മുടെ ആനന്ദം പോകുമോ? ടെൻഷനൊന്നും വേണ്ടല്ലോ. അത് അയാൾക്ക് നമ്മൾ നല്ലൊരു ന്യായം ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത് കൊണ്ടായിരിക്കും അയാൾ മിണ്ടാതെ പോയിട്ടുണ്ടാവുക. വേണ്ടാത്ത വിചാരങ്ങൾ മറ്റൊരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്നിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇല്ലല്ലോ. പടച്ചോൻ പറയാ ഇജ്തനിബൂ കസീറൻ മിനൽ-ലന്നി. അതുകൊണ്ട് അകലെ നിന്ന് ആളുകളെ വീക്ഷിച്ച് വല്ലാതെ ഇടങ്ങാറുണ്ടാക്കണ്ട എന്നുള്ളതാണ്. മാത്രമല്ല, അനാവശ്യമായ ചിന്തകൾ കൊണ്ടു നടക്കരുത്. സൂറത്ത് നൂറ് സഹോദരങ്ങൾ വായിക്കണം. നൂറിന്റെ തുടക്കത്തിൽ എന്തറിയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി 50 ദിവസക്കാലം മദീന മുഴുവൻ, മുത്തുനബിയുടെ വീട് വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അസ്വസ്ഥതപ്പെട്ടു പോയ സമയ ഒരു വ്യഭിചാരോപണ പറഞ്ഞത് അല്ലേ? സംഭവം വിശദീകരിക്കാൻ സമയമല്ല. ആ ആരോപണത്തിന്റെ ഏറ്റവും അവസാനം വന്നത് എന്താന്ന് ചോദിച്ചാൽ, എന്തിനായിരിക്കും ആയിഷ ബീവി ഇവിടെ ഇറങ്ങിയത്? എന്തിനായിരിക്കും അയാളുടെ കൂടെ വന്നത്? സംഭവം വേറെയാണ്. പക്ഷെ ആ ചിന്തകൾ എത്തിയത് അനാവശ്യപരമായ വ്യാപകമായ അഭിപ്രായങ്ങൾ ഉണ്ടായി. മുസ്ലിമീങ്ങൾ അസ്വസ്ഥമായപ്പോ തൗബയും ഇസ്തിഗ്ഫാറും നടന്നില്ലെങ്കിലും നിങ്ങൾ രക്ഷപ്പെടൂല എന്ന് സ്വഹാബത്തിനെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. സൂറത്ത് നൂറിന്റെ തുടക്കത്തിൽ ആയത്തുകൾ അതാണ്. നല്ലത് വിചാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ എന്നാണ് അവരോട് ചോദിച്ചതെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചതുമായി ഒരു പരാതി ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നോക്ക് ഉസ്മാൻ വളരെ മോശമാണില്ലേ? വന്നിട്ട് അഭിപ്രായം പറയാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ മോശമാണില്ലേ? അദ്ദേഹത്തിന്റെ രാജ്യത്ത് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണത്, ഖിലാഫത്തിന്റെ കാലമാണ്. എന്താ മോശം എന്ന് ചോദിച്ചു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അല്ലേ? ആ ശരിയാണ്. അദ്ദേഹം ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല അല്ലേ? ഇല്ല ശരിയാണ്. അത് ശരി, ഞാൻ കേട്ടതൊക്കെ സത്യമാണില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇയാൾ പോവുക ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാ പങ്കെടുത്തിട്ടില്ല എന്ന് ചോദിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള്
റുഖിയ റളിയല്ലാഹു അൻഹ അസുഖബാധിതയായി കിടക്കുക, രോഗം മൂർച്ഛിച്ച് കിടക്കുക. അവരുടെ ഭർത്താവാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി പറഞ്ഞ് അവളെ നോക്ക്, വിട്ടിട്ട് ഇപ്പൊ പോരണ്ട, അതുകൊണ്ടാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ. പഠിച്ചു അങ്ങനെയാണോ എന്ന് ചോദിച്ചു. പിന്നെ ബൈഅത്തുർ റിദ്വാൻ ഉണ്ടാവുന്നത് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. മുശ്രിക്കുകളുമായി ചർച്ചയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിന് അവിടെ മുശ്രിക്കുകൾ ബന്ധനസ്ഥനാക്കി അവിടെ വെച്ചിരിക്കുക. എന്നിട്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കവിടെ. അങ്ങനെയാണ് എന്താണ് ഈ ബൈഅത്ത് ഉണ്ടാവുന്നത്. ഇതിൽ ആരാ പങ്കെടുത്തില്ല? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. ശരിയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എവിടെയാണ്? മുശ്രിക്കുകളുടെ കയ്യിലാണ്. പക്ഷെ ഇവിടെ പ്രചരണം എന്താ? നമ്മള് കാള വെറ്റു എന്ന് പറയുമ്പോൾ ഓടരുത് എന്നുള്ളതാണ് ഖുർആനിക താല്പര്യം. അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ കലാം ഓരോന്നും. വലാ തജസ്സസു, സൂറത്ത് ഹുജറാത്തും നമ്മൾ നല്ലപോലെ പഠിക്കണം. ഒരു വാക്കുകൂടി ഇതിലേക്ക് ചേർക്കാട്ടോ, ചൂഴ്ന്ന് അന്വേഷിക്കരുത്. എന്നാ അങ്ങനെ പറഞ്ഞാൽ അറിയോ, അതിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യന്റെയും സ്വകാര്യതകളിലേക്ക് നമ്മൾ പോകരുത്. എവിടെ ജോലി? ഇന്നിടത്താണ്. ശരി, എവിടെ? മദ്രാസിലാണ്, ചെന്നൈയിലാണ്, അല്ലെങ്കിൽ നിന്റെയൊക്കെ നാട്ടിൽ പറഞ്ഞ എറണാകുളത്താണെന്ന് പറയും. എത്ര ശമ്പളം കിട്ടും എനിക്ക്? അല്ല, അവിടുത്തെ ചെലവൊക്കെ കഴിഞ്ഞാൽ പിന്നെ എത്ര ബാക്കിയാവും? എന്തിനാ നമ്മൾ അറിയണം? ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് കൊടുക്കാൻ കഴിയുമോ? ആവശ്യമുള്ളത് അന്വേഷിക്കുക. ഒരാളെ പരിചയപ്പെടുമ്പോൾ ഉപ്പ ആരാ, ഉമ്മ ആരാ, വീടെവിടാ, മക്കളെത്ര, അതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു രീതിയാണ്. ഒരാൾക്ക് പറയാൻ പറ്റുന്നതും പറയേണ്ടതും പറയാൻ ഇഷ്ടമില്ലാത്തതൊക്കെ അതിൽ ഒരുപാട് സ്വകാര്യതകൾ ഉണ്ടാവും. അവിടേക്കൊക്കെ പാഠങ്ങൾ പോകരുത്. ആവശ്യമുള്ളതൊക്കെ അറിഞ്ഞ് നല്ല പെരുമാറ്റം ഉണ്ടാകണം. കൂടെ എന്തുകൂടി വേണമെന്നറിയാമോ? പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനമാണ്. എങ്ങനെ? അന്യോന്യം ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. നിങ്ങൾക്കറിയോ, ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഒരു അഖിലേന്ത്യാ കൗൺസിൽ നടന്നു ബംഗളൂരുവിൽ. അവിടെ ലോകത്തുള്ള ഇസ്ലാമിക എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഉണ്ടാകും. അതിൽ ഓരോ പ്രതിനിധികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരവരുടേതായ ആദർശങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ അഹ്ലെ ഹദീസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രമുഖനായ ഇമാം മൗലാന അസ്ഗർ അലി ഇമാം മഹ്ദി സലഫി, ഈ ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്, ഹനഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംബോധന ചെയ്യുന്നത് എങ്ങനെ അറിയോ? മൗലാന ഖാലിദ് പ്രസിഡന്റിനെ അദ്ദേഹം സംബോധന ചെയ്യുന്നത് ഫഖീഹെ അസർ, ഈ കാലഘട്ടത്തിലെ മഹാനായ പണ്ഡിതനാണ്. അവരുടെ ഇരുത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് പോയി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഞാൻ അത് പറഞ്ഞു തന്നിരാന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും പരസ്പരം ആദരിക്കണം. അതിന്റെ അർത്ഥം കൃത്യമായി ആദർശം പറയണം. കോഴിക്കോട് ഇസ്ലാമിക് സംഘടനകളുടെ എല്ലാവരുടെ നേതാക്കന്മാരിരിക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ തലവനായ പ്രസിഡന്റ് പറഞ്ഞത്, നമ്മളെല്ലാവരും നമ്മൾ ഒന്നാവണ്ട, നമുക്കൊന്നാവാൻ കഴിയില്ല, പക്ഷേ ഒന്നിച്ചു നിൽക്കേണ്ടിടത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ആദർശം കൃത്യമായി പറഞ്ഞു കൊടുക്കണം. കാരണം ആദർശം പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സംഘടനയ്ക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് മുജാഹിദ് സംഘടനയല്ലാത്ത സമസ്തയുടെ നേതാക്കന്മാരിൽ ഒരാൾ വന്ന് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനോട് പറഞ്ഞത്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആദർശ പ്രബോധനം നിർത്തരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രബോധനം നിന്നാൽ മനുഷ്യന്മാര് മുഴുവൻ പോകുക, പിന്നെ ഹുറാഫാത്തുക്ക, ഞങ്ങളെ കൊണ്ട് അത് തടഞ്ഞു നിർത്താൻ കഴിയൂല. എല്ലാ ഹുറാഫാത്തും തടഞ്ഞു നിർത്തുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ആദർശ പ്രബോധനം നടത്തണം. ഒന്നിച്ചിരിക്കേണ്ടിടത്ത് ഒന്നിച്ചു നിൽക്കണം. എല്ലാവരെയും ആദരിക്കാൻ, എല്ലാവരെയും ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആദ്യം അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വേണം, പടപ്പുകളെ കുറിച്ച് നല്ല വിചാരം വേണം, ആ കലാകഥയിൽ വിശ്വസിക്കണം. എന്തൊരു ഹാപ്പിയാണെന്നറിയോ നമ്മുടെ ജീവിതം. ദീന് നമുക്ക് പ്രദാനം ചെയ്തതാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടെ നീങ്ങുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കണം. ഒന്ന്, ഡിസംബർ 1-ാം തീയതി കോതമംഗലത്ത് വെച്ച് നമ്മളെ ബയാൻ, തൗഹീദിനെ സംബന്ധിച്ച് കൃത്യമായൊരു ബയാൻ പരിപാടി നടക്കുന്നുണ്ട്. സാധിക്കുന്ന എല്ലാ സഹോദരങ്ങളും ആ മജ്ലിസിൽ, ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുന്നു. കൂടെ നവംബർ 29 അന്താരാഷ്ട്ര ഫലസ്തീൻ സോളിഡാരിറ്റി ദിനമാണെന്ന് ഇത് UN പ്രഖ്യാപിച്ചതാണ്. ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, അവരോടുള്ള ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടി കൂടെയാണ് ഈ ദിനം ആചരിക്കാൻ UN പറഞ്ഞത്. UN ആസ്ഥാനത്ത് ഇന്ന് വളരെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ 948 മുതൽ ആ ഫലസ്തീൻ, ആ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇന്ന് 10 മണിക്ക് വരെ വീണ്ടും എത്രയോ സഹോദരങ്ങൾ മരിച്ച ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്തിക്കാൻ, കൂടെ ചെയ്യാനുള്ള വേറെയും കുറെ വ്യാവസായികപരമായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ സഹോദരങ്ങളും എപ്പോഴും ഉണ്ടാവണം. മാത്രമല്ല, ഓരോരോ ഇഷ്യൂ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ഭരണകർത്താക്കളും അല്ലാത്തവരൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഓരോ ആരാധനാലയങ്ങളും ആരുടെ കൈകളിലാണോ അത് അവര് തന്നെ നടത്തിക്കൊണ്ടിരിക്കാനാണ് രാജ്യം അനുമതി കൊടുത്തത്. പക്ഷേ 1000ഉം 2000 കൊല്ലൊക്കെ മുമ്പുണ്ടായിരുന്ന പല ആരാധനാലയങ്ങളുടെയും അടിവേരുകൾ ഇങ്ങനെ തുറന്നുകൊണ്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഏതാണ്? നമ്മുടെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകളിലെല്ലാം വരണം. ഞാനും എൻ്റെ കുട്ടി മാത്രം പോന്ന പോരാ, നമ്മുടെ ഉമ്മത്തും നമ്മുടെ ലോകവും എല്ലാ ക്രമങ്ങളും പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അതുകൊണ്ട് അള്ളാഹുവിലുള്ള തികഞ്ഞ പ്രതീക്ഷ വെച്ച് പരസ്പരം ആദരിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് എപ്പോ പടച്ചോൻ വിളിച്ചാലും ഇറങ്ങിപ്പോവാനുള്ള ഒരു ഒരുക്കവുമായി നമ്മൾ മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തിരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ മക്കളെ, കുടുംബത്തെ, ഉമ്മത്തിനെ, നാടിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിഴവുകളൊക്കെ അള്ളാഹു പുറത്തു തന്ന് 2 ലോകത്തു നിന്നും അള്ളാഹു അത് മറച്ചു വെക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, കുടുംബത്തെ അള്ളാഹു ആദരിക്കുകയും സ്നേഹിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ആഫിയത്തും സൗഭാഗ്യവും തന്ന് നമ്മെ തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ അഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة